ഭക്തന്മാർക്ക് കടഭാരം വരുമോ എന്ന് ചോദിച്ചാൽ കടം ഉണ്ടാകും. ആ സഹോദരി ആരാ പറഞ്ഞ, നിന്റെ ദാസനാകുന്ന നിന്റെ ഭർത്താവ് മരിച്ചുപോയി, കടമുണ്ടായിരുന്നു. ഭക്തന്മാർക്ക് രോഗം വരുമോ? രോഗം വരും. ഇപ്പോഴത്തെ ചിലർക്ക് ഒരു ചിന്ത കാണും, ഭക്തന്മാർക്ക് ആക്സിഡന്റ് ഉണ്ടാകും. അതിന്റെ പണ്ട് മോട്ടോർ വാഹനമൊന്നും ഇല്ലായിരുന്നില്ല, ഒത്തിരി എണ്ണ ഇടിയുണ്ട് അത്തേനും. ഇന്നിപ്പം മോട്ടോർ വാഹനമുണ്ട്. ഇതുപോലെ പണ്ട് റോഡൊന്നും ഇല്ല. സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ മരിക്കുന്നില്ല. നമ്മൾ ആരെയും വിധിക്കുമൊന്നും വേണ്ട. പണ്ടൊരു മിടുക്കനായ ആളുണ്ടായിരുന്നു ആത്മീക ലോകത്ത്. ഞാനിതൊക്കെ പേടിച്ചായി പറയാൻ കൂവുന്നേ. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മൾ ആരെയും വിധിക്കണ്ട. ഇന്ന വിധത്തിലേ മരിക്കൂ, ഇന്ന വിധത്തിലേ മരിക്കാവൂ, ഇന്ന പ്രായത്തിലേ മരിക്കാവൂ ഒന്നും ആരും വിധിക്കരുത്. ആർക്ക് എന്ത് എങ്ങനെ വരുന്നെന്ന് ആർക്കും അറിയത്തില്ല. മകറി ആവശ്യമില്ലാത്ത പോതക്കേടൊന്നും വിളിച്ച് പറയരുത്. പണ്ട് പ്രഗത്ഭനായ ഒരു വലിയ കൺവെൻഷൻ പ്രാസംഗികനും കേരളക്കരയെ കിടിലം കൊള്ളിച്ച ആളാണ്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു, ഞങ്ങളോട് ഇരിക്കുന്ന സദസ്സില ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. എല്ലാവരും ഈ താല്പര്യമില്ലാത്തവരുടെ കൈയടിച്ചു. ഇല്ലെങ്കിൽ പുള്ളി വല്ലതും പിന്നെയും പറയും. അങ്ങനെയാണല്ലോ നമ്മുടെ പെന്തിക്കോസിലെ താല്പര്യമില്ലാത്തവരെ കൊണ്ടും കൈയടിപ്പിക്കും. ചില പറയത്തില്ല ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചാട്ടെ. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും ആ സന്ദർഭത്തിൽ ഇല്ല. വെടലയായി പറഞ്ഞത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ പറയും പുള്ളി ആത്മീയനല്ലെന്ന് പറയും. അത് പേടിച്ച് ചിലര് കൈപ്പൊക്കും. ചില ഇപ്പോഴത്തെ സൂക്കാടുകാരെ കണ്ടിട്ട് അടുത്തിരിക്കുന്നവർക്കെല്ലാം കൈ കൊടുത്താട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചാട്ടെ. ഇയാൾക്ക് പറയേണ്ടത് പറഞ്ഞേച്ചങ്ങ് പോയാ പോലെ. ആൾക്കാരെ മെനക്കെടുത്തുക. അപ്പൊ അന്ന് അദ്ദേഹം പ്രസംഗിച്ചു, ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. കുറെ വിശദീകരണമൊക്കെ പുള്ളി തന്നു. സൂക്ഷം പുള്ളി ആക്സിഡന്റില്ല മരിച്ചത്. പേര് ഞാനിപ്പോ പറയുന്നില്ല, അത് മോശം. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നമ്മൾ സംസാരിക്കാൻ വളരെ സൂക്ഷിച്ചേ സംസാരിക്കും. ഒരാൾക്കൊരു രോഗം ഉടനെ പെന്തിക്കോസുകാർ പറയരുത്. ഒരാൾക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ അങ്ങ് വിധിക്കുക. അങ്ങനെ കയറി വിധിക്കരുത്. സ്തോത്രം. ആർക്ക് എന്താ ഏത് സമയത്ത് വരുന്നെന്ന് നമുക്ക് ആർക്കും ഒന്നും. ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ജീവിതം ക്രമീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കണം. അന്യോന്യം കയറി വിധിക്കരുത്. സ്തോത്രം. മറ്റുള്ളവരുടെ വിഷയം വിശകലനം ചെയ്യുക, അത് വിധിക്കാൻ നമുക്ക് നല്ല വിരുദ. നമ്മുടെ ജീവിതത്തിലോ നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരണത്തിൽ കൊണ്ടുവരണം. അപ്പോൾ ഭക്തന്മാർക്ക് രോഗം വരാം. എത്രയോ ഭക്തന്മാര് രോഗികളാൽ ഭാരപ്പെടുന്നു. സ്തോത്രം. കടഭാരത്താൽ ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട്. ഭവനമില്ലാത്ത എത്രയോ ഭക്തന്മാരുണ്ട്. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നവർ, വാടക കെട്ടിടത്തിലെ എത്രയോ ഭക്തന്മാർ, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്ത എത്രയോ ഭക്തന്മാർ. സ്തോത്രം. അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. നമ്മൾ ആരെയും വിധിക്കുകയൊന്നും ചെയ്യരുത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ പേര്. ഒരു വാഹനം പോലും ഇല്ലാത്ത എത്രയോ ഭക്തന്മാർ അല്ലേ? നിങ്ങളുടെ അറിവിലോ? ഞാൻ ഇപ്പോഴത്തെ രീതി വെച്ചാ പറഞ്ഞത്. ഫാൻ ഇല്ലാത്തവർ എത്രയോ പേരുണ്ട്. ഇലക്ട്രിസിറ്റി ലഭിക്കാത്തവരില്ലേ?
വീട്ടിലൊരു ഫ്രിഡ്ജ് മേടിച്ചാൽ കൊള്ളാന്ന് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അവരെല്ലാം ശപിക്കപ്പെട്ടവരാണ്. ഇപ്പോഴത്തെ കുറെ മിടുക്കന്മാർ എഴുന്നേറ്റ് പറഞ്ഞു ഇതെല്ലാം ശാപമാണ്. യഹോവന്മാര് കോടിക്കണക്കിന് ഉണ്ടാക്കുകയും ചെയ്തു. ഉണ്ടാക്കാവുന്നതിന്റെ പരമാവധി സ്തോത്രം നമ്മളെ ഉദ്ദേശിക്കുന്നതല്ല. ഞെരുക്കത്തിൽ കൂടി പോകുന്നവര്, മിടുക്കത്തിൽ കൂടി പോകുന്നവര് ഭക്തന്മാരല്ലാഞ്ഞിട്ടില്ല, അവര് ഭക്തന്മാരാണ്. ഈ കണ്ടമാനം ഉണ്ടാക്കിയത് ഭക്തി ഉണ്ടായിട്ടൊന്നുമല്ല. അല്പം ഞാൻ വിവരിക്കുന്നില്ല. കുറച്ച് സൂത്രം നന്നായിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. നീതിയോടെ ഇടപെടുന്നവര്, നീതിയോടെ ജീവിക്കുന്നവരുണ്ട്. അവരെ ദൈവം തുണയ്ക്കും. അതുകൊണ്ട് നമ്മൾ ആരെയും കയറി ഒന്നും പറയുകയും വിധിക്കുകയും ഒന്നും ചെയ്യരുത്. ഒരാൾക്കൊരു ക്ലേശവും ഒരു കെടുതിയും ഒരു അസ്വസ്ഥത വരുമ്പോൾ എല്ലാവരോടും ഒന്നിച്ച് പുള്ളിയെ ഒറ്റപ്പെടുത്തരുത്. നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്ഷീണമുണ്ടായി, ഉടനെ മറ്റേ വിശ്വാസികളെല്ലാം കൂടെ വേറൊരു വീട്ടിൽ കൂടിയല്ലോ, ഒന്നിച്ച് കൂടി വെച്ച് ആ ദൈവം സന്ദർശിച്ചതാ, ഇനിയും സന്ദർശിക്കും. അതാണ് അതിന്റെ മര്യാദ. അല്ല, സ്തോത്രം. എലീശയ്ക്ക് മരണകരമായ രോഗം വന്നു. അപകടങ്ങൾ വരാം, ആർക്കും വരാതിരിക്കട്ടെ. ആപത്തുകൾ വരാതിരിക്കും. പൗലോസ് പറഞ്ഞല്ലോ, കാട്ടിലെ ആപത്ത് എന്ന് തന്നെ കടലിലെ ആപത്ത്. കള്ള സഹോദരന്മാരാനുള്ള അപ്പൊ ആപത്ത് വരും. സ്തോത്രം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചോണം. അത് അവനവൻ ചെയ്യേണ്ട കാര്യം. ദൈവമേ, ഈ രോഗം വരാൻ കാരണം എന്റെ അപാകതയാണോ, പോരായ്മയാണോ, പോഷത്വമാണോ? ക്ഷമിക്കണം. തന്നെ താൻ ചിന്തിക്കണം. അല്ലാതെ അപ്പുറത്തുകാർ കൂടോത്രം ചെയ്തതാണെന്ന് പറഞ്ഞ് നീ ഉടനെ പ്രവാചകനെ വിളിക്കരുത്. ഇപ്പൊ അതാ നടക്കുന്ന പരിപാടിയല്ല. ഒരു രോഗം വന്ന് അവര് ചെയ്തതാ, എനിക്ക് നേരത്തെ. അതാണ് അതിന്റെ മര്യാദ. അങ്ങനെ രോഗം വരുമ്പോ, ഒരു ക്ഷീണം വരുമ്പോ, പ്രയാസം വരുമ്പോ മുട്ടാലിരിക്കണം. ഇരുന്ന് വെച്ച് തന്നെ ശോധന ചെയ്യണമെന്ന്. അതാ തന്നെ ചോദിക്കും, ഈ രോഗം വരാൻ കാര്യം, ഈ പ്രശ്നം വരാൻ കാര്യം. പുറകോട്ട് ചിന്തിക്കണം. എന്തെങ്കിലും അപാകതയുണ്ടോ, പോരായ്മകളുണ്ടോ, സംസാരത്തിന് എന്തെങ്കിലും പാളിച്ച വന്നോ, കൊടുക്കുവാങ്ങലിൽ എന്തെങ്കിലും അപാകത വന്നോ, സമീപനത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നോ, സഭയോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടായോ, ആരോടെങ്കിലും വലിയ വിഷയത്തിൽ നിരപ്പ് പ്രാപിക്കാനുണ്ടോ, ആരോടെങ്കിലും വൈരാഗ്യപ്പെട്ടിരിക്കുകയാണോ, സ്തോത്രം, ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ, ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ, ആരോടെങ്കിലും സൂത്രം കാണിച്ചിട്ടുണ്ടോ? ഇതൊക്കെ തന്നെ താൻ ചിന്തിക്കണം. ചിന്തിച്ച് അത് ബോധ്യപ്പെടുമ്പോൾ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് അനുദപിച്ച് ദൈവസന്നിധി മടങ്ങി വരണം. ഇതാ ഒരു ദൈവവൈതൽ ചെയ്യേണ്ടത്. രണ്ട് വ്യക്തികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്ന് അത് പറഞ്ഞ് പരിഹരിക്കണം. സ്തോത്രം. പറഞ്ഞ് പരിഹരിക്കണം. ക്രമീകരണം വരുത്തേണ്ട വിഷയമാണെങ്കിൽ ക്രമീകരണം വരുത്തണം. അല്ലാതെ തമ്പേർ തല്ലി പൊട്ടിച്ചാലൊന്നും കാര്യം നടക്കുകയില്ല. ആഴ്ച ഓരോ തമ്പേർ കമ്മത്തിയിട്ട് അങ്ങ് അടിക്കുക. അടിച്ച് അതിന്റെ ഒരു വശം പൊട്ടി. എന്നിട്ട് പറഞ്ഞ് ഇനി അടുത്ത ആഴ്ച ഞാൻ അടിക്കുന്നില്ല, തങ്കമ്മ അടിക്കുക. അതിന് എന്റെ ഓരോത്തിനങ്ങ് വേദനയാണ്. ആത്മീയം എന്നെ നിങ്ങൾ പെൺപിള്ളേർ രണ്ടുപേരും വർത്താനം പറഞ്ഞു. എന്നെ മോളെ ഏതാണ് പോണമെന്നാന്നോ അതോ എന്താ പറഞ്ഞത്? വെള്ളം ഇത് ഇത്രയും കേട്ടപ്പോഴേ വെള്ളം കുടിയാന്നോ? ചൂടെ കഴുകിയിട്ട് എന്നിട്ട് കുടിക്കാം. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മുടെ ജീവിതത്തെ ക്രമീകരണത്തിൽ കൊണ്ടുവരണം. ഞാൻ എപ്പോഴും പറയും, ഓരോ യോഗം കഴിയുമ്പോഴും ജീവിത ക്രമീകരണം ഉണ്ടാകണം. അല്ല മൈക്കിന്റെ ഓളിയം കൂട്ടിയോണ്ടൊന്നും കൂടെ ചെന്ന് രാജഭാഷ ഞാനിടുക. അതുകൊണ്ട് അതാണ് ആത്മീയം. അതിനു ഷൂളവടി, അതല്ല ആത്മീയം. ഓരോ യോഗം കഴിയുമ്പോഴും ആംപ്ലിഫയറും സെറ്റും മേടിക്കുന്നതല്ല. ജീവിതം ക്രമീകരിക്കപ്പെടണം. അല്ല നമ്മൾ ഈ മലയാള മണ്ടയ്ക്ക് കടന്ന് അലറി നാട്ടുകാരും അവസാനം പിന്നെ ഞങ്ങളോട് വന്നതുകൊണ്ട് ആരും ഒന്നും അധികം പറയാതെ അങ്ങ് അടങ്ങുന്നതായിരിക്കാം എനിക്കങ്ങ് തോന്നുക. അതല്ല, ഓരോ യോഗം കഴിയുമ്പോൾ ദേശത്തുള്ളവരും നാട്ടുകാരും കാണുന്നവരും നമ്മെ കാണുന്നവരും പറഞ്ഞ ഒത്തിരി വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ.
ഈ നാട്ടുകാർ നമ്മളെ പറയും ഓരോ യോഗം കഴിയുമ്പോൾ വൈരാഗ്യം കൂടുതലല്ല. നേരത്തെ കാണുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ഊറിയ ചിരി ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ അരിശം കയറി. പിന്നെ സ്തോത്രം, ജീവിതത്തിൽ ക്രമീകരണം വരുത്തണ്ട. സ്തോത്രം. ഇമ്പമുള്ള ജീവിതവും ഏറെദാന മാനങ്ങളോ ഇമ്പമുള്ള ഏറെദാന മാനങ്ങളോ തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കുന്നില്ലേയാടിയാൻ നിന്റെ ഗീതം നിത്യം നടത്തിടണ ഓ നിന്റെ ഗീതം പോൽ നിന്റെ ഗീതം പോലെ എന്നെ. അപ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ വരും. അതിനൊരു ഉദാഹരണമായി യോബ്. വീട്ടിൽ മരണം നടന്നു ഉണ്ടാകും, സാമ്പത്തിക ബുദ്ധിമുട്ട്, അതല്ലേ മൃഗസമ്പത്ത് മുഴുവൻ, സമ്പത്ത് മുഴുവൻ പോയി, ആളപായം, സാമ്പത്തിക പ്രതിസന്ധി, ശാരീരിക ക്ലേശം, അടി തൊട്ട് മുടി വരെ സുഖമില്ല. ഇതൊക്കെ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് തന്നിരിക്കുക. ചെല്ലു വന്നേക്കും നിങ്ങൾ പെന്തിക്കോസിൽ പോയിട്ട് പിന്നെ രോഗമാണ്. അതിന് പെന്തിക്കോസിൽ പോയ ആർക്കും രോഗം വരികയല്ലേ? പെന്തിക്കോസിൽ ചെന്നത് വേറെ ശരീരമായിട്ടല്ലല്ലോ, ഈ ശരീരത്തോടാ പെന്തിക്കോസിൽ രക്ഷിക്കപ്പെട്ടെന്നല്ല ഉള്ളത്. അല്ല, പെന്തിക്കോസിൽ പോയപ്പോൾ വേറൊരു ശരീരമായിട്ട് ചെന്നത്, ശരീരം മരിക്കുന്നത് വരെ ഇതാ, അല്ലെങ്കിൽ കാകളം ധനിക്കുന്നത് വരെ. അത് കഴിയുമ്പോൾ രൂപാന്തരം, അന്നേരം പിന്നെ രോഗമൊന്നുമില്ല. ഈ താഴ്ചയുള്ള ശരീരം മഹത്വമുള്ള ശരീരത്തോട് അതുവരെ രോഗമൊക്കെ ഉണ്ടാകും. ചെല്ലു പറഞ്ഞ നിങ്ങൾ പെന്തിക്കോസിൽ പോയിട്ട് പിന്നെ രോഗമാണ്. പെന്തിക്കോസിൽ പോയവർക്കാർക്ക് പെന്തിക്കോസിലാ കൂടുതൽ രോഗികൾ. യോടി പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ മുഴുവൻ ഇടിച്ചു തള്ളി മുന്നോട്ട് വരികയല്ലേ. അപ്പോ എനിക്ക് മനസ്സിലായി. അത് ഞങ്ങളൊന്നും വന്ന ആരും അങ്ങനെ വരികയല്ല. വലിയ വലിയ പ്രഗത്ഭന്മാരുണ്ട്. ലോക എന്തോ പറഞ്ഞ സുപ്രസിദ്ധ രോഗശാന്തി വരപ്ര. അയാൾ 4 ഗുളിക അടിച്ച സ്റ്റേജിലോട്ട് കയറി വന്നത്. അവിടെ ബാഗ് തപ്പിയാ കാണുക 8 തരത്തില് പ്രഷറിന്റെ, കൊളസ്ട്രോളിന്റെ, ഷുഗറിന്റെ, BP അല്ലയോ പ്രഷറിന്റെ, പിന്നെ അതാ സുപ്രസിദ്ധ രോഗശായി. 4 ഇഞ്ചക്ഷൻ എടുത്ത ചബിളി സ്റ്റേജിലോട്ട് കയറുന്നത്, ഇൻസുലിൻ. പുള്ളിയുടെ മുന്നിലാണ് നമ്മൾ ചെന്ന്. അപ്പൊ കൂടുതലും രോഗം പെന്തിക്കോസിലാന്ന എന്റെ വാദം. അതിന് കാരണം കൂടെ പറയാം. ഈ കടിക്കുന്നതെല്ലാം വിഷവാ. ചന്തയിൽ നിന്ന് മേടിക്കുന്നത് മിക്കതും കരിയാപ്പില ഊരിയെടുത്ത് വിഷം അടിച്ച് നല്ല കണക്കിനാ കൊണ്ട് തന്നേക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇപ്പൊ ചിലരെ ഞങ്ങളുമൊക്കെ ചെയ്യും, മഞ്ഞളും ഉപ്പും കൂടെ കലക്കി, വെള്ളത്തിൽ കലക്കി പച്ചക്കറി കൊണ്ടുവന്ന് അതിനകത്ത് കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും മുക്കിയിടും. എന്നാലും വിഷമാ. കഴിക്കുന്നതെല്ലാം വിഷമാണ്, ശ്വസിക്കുന്നതെല്ലാം വിഷമല്ലേ. ടൗണിലോട്ടിറങ്ങി ഈ വണ്ടിയുടെ വാഹനത്തിന്റെ എല്ലാം പോകുകയും എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് മുഴുവൻ എല്ലാം വിഷമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷമയമാണ്, അന്തരീക്ഷം മുഴുവൻ വിഷമയമാണ്. അപ്പൊ അതുകൊണ്ട് രോഗം വരാം. പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടുന്നത് യേശുവിന്റെ വരവിലാണ്. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ, ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമായി നീ വാഴും
നമ്മളെല്ലാരും മംഗളം മംഗളമായി നീ വാഴും. നമ്മളെല്ലാരും മംഗളം. ഒരു പുത്തൻ ശരീരം നമുക്ക് ലഭിക്കും. അപ്പോൾ അതുവരെ ഈ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാകാം. സ്തോത്രം. കടഭാരങ്ങൾ വരാം. പല പല ബുദ്ധിമുട്ടുകളല്ലേ. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, പ്രാരാബ്ധമുണ്ട്. ചിലപ്പോ അതിഥികൾ വീട്ടിൽ വന്നെന്ന് വരിക്കും. അപ്പോൾ ചിലപ്പോ കയ്യിൽ അപ്പോൾ ചില സാമ്പത്തിക നന്മ ലഭിച്ചില്ലെന്ന് വരാം. സ്നേഹിതരോടോ വേണ്ടപ്പെട്ടവരോടോ അടുത്തുള്ളവരോടോ അല്പം ചോദിച്ചെന്നും അത് തെറ്റും മഹാഭാവമൊന്നുമല്ല. ആണോ? രാത്രി ചെന്ന് വായ്പ ചോദിച്ചെന്നല്ലേ എഴുതിയേക്കുന്നത്. അവന്റെ വീട് കൊള്ളയടിച്ചെന്നല്ല. എങ്ങനെ എഴുതിയേക്കുന്നേ? ചെന്ന് ചോദിക്കുന്നതിന് വേറെ ദിവസത്തിൽ അങ്ങനെ ചോദിക്കണമെന്നല്ലേ. അപ്പനോട് മക്കള് പാപമൊന്നുമല്ല. ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നേ, അല്ലേ? പ്രവാചകൻ ചെന്ന് ചോദിച്ചു, അമ്മ ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ എന്ന് ചോദിക്കല്ലേ. അതിന് തള്ള പറഞ്ഞത് വെള്ളം കുടിക്കാൻ തന്നെ ഇങ്ങോട്ട് തന്നെ ഇത്ര നേരം നടന്നിട്ട് വെള്ളമൊന്നും കിട്ടിയില്ലേ. അങ്ങനെയാണോ അമ്മാമ്മ പറഞ്ഞു? പറ, നിങ്ങൾ അമ്മാമ്മ പറഞ്ഞു പറ. ചെന്നിച്ചിട്ട് വെള്ളമല്ലേ ചോദിച്ചേ? വായിക്കുന്നേ വേറെ ദിവസം ഒന്നും വായിക്കല്ലേ, ചുമ്മാ കടന്ന് തുള്ളുക. എന്തുവാ ചോദിച്ചേ? കുടിക്കാനല്ലോ വെള്ളം. അമ്മാമ്മ അടുത്ത് ഏതായാലും ചാകാൻ പോകുന്ന ഉപദേശിക്ക് വെള്ളം കൊടുത്തേച്ച്. നല്ലൊരു തള്ളയാ. ഏതായാലും ഞാനും കൊച്ചനും ചാകാൻ പോവാ. എന്നാ ഇനി ഉപദേശിക്ക് ഇച്ചിരി വെള്ളം കൊടുത്തേച്ച് ചാകാം. വെള്ളം കൊടുക്കാനായിട്ട് തിരിഞ്ഞപ്പോ ഉപദേശിയുടെ ചൂണ് മാറി. ഒരു ചെറിയൊരു ആടയും കൂടെ കൊണ്ടുവരാം. അല്ല, ഈ ഉപദേശമാരങ്ങനെ ഇച്ചിരി ഇടം കൊടുത്താൽ മതി. അവരവിടെ നല്ല കശക്കി ഒരു നേരം വീട്ടിൽ കയറി കൊടുത്തതാ. പിന്നെ പുള്ളി കൂടെ കൂടെ പോകുമ്പോ അവിടെ കയറുക. അവരുടെ ഞാനൊക്കെ ഒരു നേരം കയറ്റി നിങ്ങൾ വായിക്കും, വേറെ ദിവസം വായിക്കല്ലേ. അവരുടെ മര്യാദയ്ക്ക് വഴി പോയപ്പോ കൂടെ കയറ്റി ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ അതായത് നല്ല ലാക്ക് ലൂക്കാച്ചാന്ന് പറഞ്ഞ പോലെ പിന്നെ കൂടെ കൂടെ ഒക്കെ പോകുമ്പോഴെല്ലാം നേരെ അങ്ങോട്ടങ്ങ്. പക്ഷെ ദോഷമൊന്നും വന്നില്ല. മറുവശമുണ്ട്. വിശുദ്ധനായ ഭക്തനായ അഭിഷിക്തൻ നിന്റെ വീട്ടിൽ കാലുകുത്തിക്കാൻ നിനക്ക് നിന്റെ സന്തതിക്കും അനുഗ്രഹമാണ്. പിന്നെ മറുവശം ദൈവമക്കളോട് പറയാ, കൊള്ളക്കാരനെ കയറ്റി താമസിപ്പിക്കരുത്. കൊള്ളക്കാരന്മാര് അടിയെ ചെത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ വിവേചിച്ചോണം. സ്തോത്രം. നന്നായിട്ട് മറ്റ് കൃപാവരം ഒന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തോടെ കർത്താവ് വ്യക്തികളെ വിവേചിപ്പാനുള്ള കൃപ എനിക്ക് തരണം. സ്ഥലവും പേരും പറയത്തില്ല. ഞങ്ങളുടെ ഒരു പയ്യൻ പറഞ്ഞു, മമ്മി എനിക്ക് ഈ കറുത്ത പാന്റും വെളുത്ത ഷർട്ട് ഇടുന്നവരെ പേടിയാന്ന്. അവൻ വേറൊരു വിഷയത്തിലാ പറഞ്ഞത്. ഞാൻ കുറ്റമായിട്ട് പറഞ്ഞതല്ല, വേറൊരു വിഷയം നടന്നു, അതിന്റെ വെളിച്ചത്തിൽ അവൻ പറഞ്ഞതാ. പക്ഷേ ജീവിക്കുന്ന വിശുദ്ധന്മാരും പരമാർത്ഥതയോടെ കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരുണ്ട്. ഉണ്മയോടെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ട്. അവരെ ബഹുമാനിക്കുന്നവർക്കും ആദരിക്കുന്നവർക്കും ഒരു ദോഷവും വരികയല്ല. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കണം. നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. സ്തോത്രം. അപ്പോൾ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, ഞെരുക്കം വരാം. അപ്പൊ വീട്ടിൽ ആളപായം വന്നു, മരണം നടക്കും. നിങ്ങൾ പെന്തിക്കോസിൽ പോയിട്ട് പിന്നെ ഈ മരണം നടക്കും. പെന്തിക്കോസിൽ പോയാൽ മരണം നടക്കുകയല്ലേ? മരണം ഉണ്ടാകും. കുടുംബക്കാരും ചാർച്ചക്കാരും ചോദിക്കാൻ, വലിയ കാര്യത്തിന് പെന്തിക്കോസിൽ പോയിട്ട് ഇപ്പൊ എങ്ങനെയായി ആള് മരിച്ചു, ഞങ്ങൾ അടക്കും, പാസ് വരും. അതാ മറുപടി പറയണ്ട. വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അടക്കും. ഭാഗ്യം കൂടെ പറയണം, ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട്, അടക്കി ഇടുകയല്ല, ഇത് ഉയർക്കും. അതുകൂടെ ചേർന്ന് പറയണം. സ്തോത്രം. കടഭാരം ഉണ്ടാകും. സ്തോത്രം. ഇതൊക്കെ ഇതിനകത്തുള്ളത്. ഇയ്യോബിന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട്, സമ്പത്ത് മുഴുവൻ തകർത്തു, ആളപായം, പിള്ളേര് മൊത്തം ചത്തു, ശാരീരിക പീഡ, അടി തൊട്ട് മുടി വരെ സുഖമില്ല, ചൊറിയും പരുക്കും. സ്തോത്രം. ഓട്ടുകഷണം എടുത്ത് ഇങ്ങനെ ഇരുന്ന് ചൊരണ്ട്
ഒടുവിൽ എനിക്ക് ആ സഹോദരിയോട് ബഹുമാനം ഒടുവിലാ പുള്ളിക്കാരി പറഞ്ഞത്. അതുവരെയും പുള്ളിക്കാരിയും സഹിച്ചു നിന്ന് കഴിവിന്റെ പരമാവധി അവർ നോക്കി എങ്ങനെയും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന്. ഒടുവിൽ അവർ പറഞ്ഞു ഇനിയെങ്കിലും തള്ളി പറയാന്. അന്നേരം പുള്ളി പറഞ്ഞ കാര്യം നമുക്കറിയാം. സ്നേഹിതന്മാരെല്ലാം ദ്വേഷിച്ചു, എല്ലാവരും ദ്വേഷിച്ചു. 2-3 സ്നേഹിതന്മാരുണ്ട്. അവരെ അയ്യോബിന്റെ കൂടെ സഹതപിപ്പാനും പ്രാർത്ഥിക്കാനും ഒക്കെ പോകാന്ന് പറഞ്ഞു ഒത്തു. പ്രാർത്ഥിക്കാനായി അവർ വന്നെങ്കിലും ഇവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ എല്ലാം പാരയായിരുന്നു. പ്രാർത്ഥിക്കാനാ വന്നെങ്കിലും അന്തരീക്ഷം പരുവക്കാടാന്ന് കണ്ടപ്പോ എല്ലാം പാരയാ, മൊത്തം പാരയാ. ഈ നമ്മളോർക്കരുത് പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം പ്രാർത്ഥിക്കാനാണ്, അതിൽ മിക്കതും പാരയാ. നമ്മളോർക്കുന്ന കണ്ണടച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ അവൻ നല്ല പാര വെച്ചോണ്ടിരിക്കുക. ഇനി നമുക്കിത് അറിയത്തില്ല. പ്രാർത്ഥിക്കുന്ന സമയത്തും നല്ല ടോർപ്പുട വെക്കും. നമ്മളൊക്കെ കണ്ണുടച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിയുന്നത് പ്രാർത്ഥിക്കാന്നാണ്. കുരുക്കി ചിന്തിക്കുക. അപ്പൊ ഈ 3 സ്നേഹിതന്മാര് പ്രാർത്ഥിക്കാൻ വന്നതാ. ഇവര് അവസാനം പാര. ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ അങ്ങനല്ലേ? 2:11 ഒന്ന് വായിച്ചേ ഉറക്കെ. അനന്തരം തേമാനായ എലീഫസ്, ബിൽഗനായ ശൂഗനായ ബിൽദാദ്, നയമത്യനായ സോഫർ എന്നീ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാരും ഈ അനർത്ഥമൊക്കെയും അവന് സംഭവിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ അവർ ഓരോരുത്തർ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോടുകൂടെ സഹതപിപ്പാനും അവനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവനെ നമുക്ക് ആശ്വസിപ്പിക്കണം, പുള്ളിയുടെ കൂടെ നമുക്ക് കുറച്ചു നേരം ഇരിക്കും. ഇതൊക്കെ നല്ല ചിന്തയോടാ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞെല്ലാം ടോർപ്പിടായിരുന്നു. സ്തോത്രം. ഒരുത്തൻ വന്ന് ചോദിച്ചു, നേരുള്ളവർ മുടിഞ്ഞു പോയത് എവിടാന്ന്? എന്തിനാ ഒത്തിരി പറഞ്ഞു? ഒരുത്തൻ വന്ന് ചോദിച്ചു, പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നേ പെരവീണിയാകുമായിരുന്നു. ഒരുത്തൻ വന്ന് ചോദിച്ചു, അമ്മാമ എന്നെ ഇപ്പൊ ഇടഞ്ഞു നിൽക്കുന്നത്. ഒരുത്തൻ വന്ന് ചോദിച്ചു, നീ നീതിമാനായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള കെടുതിയൊക്കെ വരുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക. അതാ വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. അപ്പൊ ഇയ്യോബ് ഇങ്ങനെ ഇവരോട് പറഞ്ഞിട്ട് ഇവരെ അംഗീകരിക്കുന്നില്ല. ഞാൻ വിവരിക്കുന്നില്ല. ഇവരെ അംഗീകരിക്കാതെ വന്നപ്പോൾ ഇയ്യോബ് ഇവരോട് പറയുന്ന ഭാഗം ആ 12:7 വെട്ടും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ, ഉൾക്കൊള്ളുന്നില്ലല്ലോ, നിങ്ങൾക്ക് യോജിപ്പില്ലല്ലോ, നിങ്ങളത് ഏറ്റെടുക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കും, മൃഗം നിന്നെ ഉപദേശിക്കും. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ ഉപദേശം ഒന്നും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഒരു കാര്യം ചെയ്യും, മൃഗത്തോട് ചോദിക്കും. ഉപദേശിമാര് നെടുക നടന്ന് ഉപദേശിച്ചിട്ടൊന്നും ഒരെണ്ണം ഗുണപ്പെടുന്നില്ല. അങ്ങനെയുള്ളവരോട് മൃഗത്തോട് ചോദിക്കും, മൃഗം നിന്നെ ഉപദേശിക്കും. വിശദീകരിച്ച് പോകുന്നതിനെ ചാടി കിടാന്ന പോയിന്റ് പറഞ്ഞു പോകുകയാണ്. സ്തോത്രം. ഒന്ന്, മൃഗം തരുന്ന ഉപദേശം വായിക്കണ്ട, ബിലിയാമിന്റെ കഴുത. ഞാൻ ചരിത്രം ഒന്നും പറഞ്ഞ് വിശദീകരിക്കുന്നില്ല, പോയിന്റ് മാത്രം പറയുക. നിങ്ങൾക്ക് അറിവുള്ള കാര്യമാണ്, ഓർപ്പിക്കുന്നതേ ഉള്ളൂ. ബിലിയാം കയറിയ കഴുത ഉപദേശിക്കുന്നത്, ദൈവാലോചന ഇല്ലാതെ നീ യാത്ര ചെയ്യരുത്. ദൂതനെ കഴുത കണ്ടു, പ്രവാചകൻ കണ്ടില്ല. കഴുതക്കിട്ട് പ്രവാചകൻ അടിച്ചു. സ്തോത്രം. കഴുതയുടെ വായ ദൈവം തുറന്നു എന്ന് പറഞ്ഞാൽ, ആലോചനയില്ലാതെ നീ പോയാൽ നിന്റെ ദർശനം നഷ്ടപ്പെടും. സ്തോത്രം. ഈ ബിലിയാമിന്റെ കഴുത തരുന്ന പ്രധാനപ്പെട്ട ഉപദേശം, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അതാ കഴുത തരുന്ന ഉപദേശം. ചിലർക്ക് എങ്ങനെയും 10 പുത്തനുണ്ടാക്കണം, അതിനെന്തും അവർ ചെയ്യും. സഹോദരനെ ഒറ്റിക്കൊടുക്കും, സ്വന്തം സഹോദരന് കുതികാല് വെക്കും, അപ്പനെ അമ്മയും വീട്ടിൽ നിന്ന് വേണേ ഇറക്കി വിടും.
കള്ളസാക്ഷി പറയും. ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ? സ്തോത്രം. ഇപ്പൊ പുതിയ പുതിയ ശുശ്രൂഷകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വണ്ടി നമ്പരൊക്കെ പറയുന്നവരുണ്ട്. KL4 4033. അതിനെന്നാ ഉണർവ്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചുരുക്കി പറഞ്ഞ അവരെ മോട്ടോർ വാഹന പ്രകാരം കേസെടുക്കണം, അല്ലെ അവിടെ അങ്ങനെ ജോലി മേടിച്ചു കൊടുക്കണം. ഉണ്ട് വണ്ടിയെ വന്നവൻ അന്തം പിടിക്കും. എന്റെ വണ്ടി നമ്പർ എടാ വിഡി, അവന്റെ ശിങ്കിടി നേരത്തെ അങ്ങോട്ട് മൊബൈലിൽ കൊടുത്തിട്ടുണ്ട് നിന്റെ വണ്ടി നമ്പർ. പാർക്ക് ചെയ്തപ്പോഴാണ് പറഞ്ഞ് 30-48 അങ്ങോട്ട് വരുന്ന മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാ മറ്റവനുണ്ടെന്ന് കണ്ണടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം സ്റ്റേജിലൊക്കെ ഇരുന്ന് മൊബൈൽ നോക്കുന്നവരുണ്ടല്ലോ, നമ്മൾ ഓർക്കും വാക്യം തപ്പുകയാണ്, ചുമ്മാതാ. നീ ഇത് കണ്ട് ഇളകരുത്. സ്തോത്രം. ഇത് കണ്ട് ഇളകരുത്. ഇതിനകത്തൊക്കെ ഒത്തിരി സൂത്രങ്ങളുണ്ടെന്ന്. പേര് എല്ലാം പേര് വെളിപ്പെടുത്തുക. ആരിലും ചെന്ന ഉടനെ പറയുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ പേര്. എന്നാ ചൈനക്കാരുടെ 5-6 പേര് പറ. അതിന് ചൈനക്കാർക്ക് പേരില്ലേ? സ്തോത്രം. അവിടെ ഞാൻ ആ ഭാഗത്ത് എങ്ങനെയും 10 പുത്തനുണ്ടാക്കണം. ദ്രവ്യാഗ്രഹം. ബിലിയാമിന്റെ കടുത പറയും ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. ഞാൻ വിശദീകരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന പ്രിയരെ, കർത്താവ് എന്തേലും തന്നാൽ അനുഭവിച്ചോണം. സൂത്രവും തട്ടിപ്പോന്നും കാണിക്കരുത്. പ്രവാചകന്റെ ഗതി അറിയാമല്ലോ സംഭവിച്ചത്. ബാരാക്ക് കൊടുത്ത വെള്ളിയും പൊന്നുമൊക്കെ ഏറ്റെടുത്തു, കിട്ടി. പക്ഷെ അന്ത്യം കൂടെ നോക്കിക്കോണം. സ്തോത്രം. മൃഗങ്ങളോട് ചോദിക്കാ, അവ നിന്നെ ഉപേക്ഷിക്കും. ഒരു തരം ചതിച്ചും വഞ്ചിച്ചും അവനെ നശിപ്പിച്ചും നമ്മുടെ കയ്യിൽ ഒന്നും വരരുത്. കൈ വെടിപ്പായിരിക്കണം. അഥവാ എന്തേലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് സക്കായിയെ പോലെ പറഞ്ഞോണം. വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൺവെൻഷൻ നടത്താന്നല്ല, പിന്നെയോ ജീവിതത്തിൽ അപാകതകൾ വരാം. അപ്പൊ ഇങ്ങനെ പറയാം, കർത്താവേ വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് കർത്താവേ, ചതിവായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യത്തെ കൺവെൻഷൻ നടത്തും. ഒരു പള്ളി പെരുന്നാളും 400 അമിട്ട് വല്ലതും പൊട്ടിച്ച ഇവന്റെ പാവം മാറുമോ? 8 കതിനാക്കുത്തിക്ക് തീരുന്നതാണോ നിന്റെ ചതിവ്? നീ സ്വന്തം സഹോദരന് കൊടുക്കേണ്ട ഓഹരി അവകാശം കൊടുക്കാൻ അപ്പനെ കൊണ്ട് കള്ളയൊപ്പ് ഇടിപ്പിച്ചാ നീ ആധാരം കൈക്കലാക്കിയത്. അത് കതിനാക്കുറ്റി തീരുന്നതാണോ? 3 പെരുന്നാളിന് തീരുമോ? അന്നദാനം. എന്റെ വല്യമ്മച്ചി പറഞ്ഞൊരു പഴം ചൊല്ലുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ പിടികിട്ടുകയല്ല. പഴയ ആൾക്കാർക്ക്, ഞങ്ങളുടെ കുട്ടനാട് സൈഡിലുള്ളവർക്ക് അല്ലെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിലുള്ളവർക്ക് ചിലപ്പോൾ തിരിഞ്ഞെന്ന് വരാം, ഇവിടെയും ചിലർക്ക് മനസ്സിലായെന്ന് വരാം. വല്യമ്മച്ചി പറഞ്ഞൊരു ഡയലോഗാണ്, എടാ സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപരയ്ക്ക് തീ പിടിക്കുമെന്ന്. സന്തതി ഇരിക്കെ ധർമ്മം ഊട്ടിയ ഊട്ടുപരയ്ക്ക് എന്ന് പറഞ്ഞ സ്വന്തം മക്കൾ വിശന്നിരിക്കുക, അന്നേരം അപ്പടെ പർണശാല കെട്ടി ഊട്ട് നടത്തുക. ആ ഊട്ടുപര കത്തിപ്പോകും. സ്തോത്രം. സ്തോത്രം. കൈവെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. വ്യാജത്തിന് മനസ്സും വെക്കരുത്. നമ്മുടെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും വരുമ്പോ ചിലപ്പോ ചോദിക്കും, അത് ന്യായം, മാന്യത. ചോദിച്ചിട്ട് സൂത്രം ഒപ്പിച്ചൊന്നും അല്ലെ ചിലര് നമുക്ക് തരും സ്വമനസാണ്. അതൊന്നും തെറ്റല്ല. ഒരുത്തനെ ചതിച്ച് വഞ്ചിച്ച് കുടിയിലിറക്കി, പിള്ളേരുടെ ഭാഷ പറഞ്ഞ അവനെ കുപ്പിയിലിറക്കി,
അങ്ങനെ ഇറക്കിയാൽ നീയും മേടിക്കും, നിന്റെ സന്തതി മേടിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്റെ സന്തതിയുടെ സന്തതി മേടിക്കും. ചുരുക്കി പറഞ്ഞാൽ ബാക്കി ഞാൻ പറയുന്നില്ല. ഭയത്തോടെ ദൈവത്തെ സേവിച്ചോ. സക്കായി പറഞ്ഞ പോലെ എപ്പോഴും പറഞ്ഞോണം, കർത്താവ് വല്ലതും ചതിവായിട്ടുണ്ടെങ്കിൽ സ്തോത്രം. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ ചിലര് മേടിച്ചു കഴിഞ്ഞാൽ മേടിച്ചില്ലെന്ന് മുഖത്ത് നോക്കി പറയുന്നവർ അങ്ങനെയാണ്. ഞാൻ എപ്പം മേടിച്ചു കേട്ടുക, എപ്പം മേടിച്ചപ്പോ തമ്പരാൻ പറയും താമസിക്കാതെ മേടിക്കും. മേടിക്കും പറയാം, കുഴപ്പമില്ല ബാബു, നീ താമസിക്കാതെ അല്ല, താമസിക്കാതെ മേടിക്കും. താമസിക്കാതെ എനിക്കറിയാം, സ്ഥലവും ഒന്നും പേര് ഞാൻ പറയത്തില്ല, കാരണം വെറുതെ എന്തിനാ ആലോക്യം. കൽഫി കിടന്നൊരുത്തൻ കഷ്ടപ്പെട്ടുണ്ടാക്കി അവന്റെ കാശ് കൊണ്ട് വസ്തു മേടിക്കാനായിട്ട് കൊണ്ട് കൊടുത്തു. അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ്, അതിന്റെ 10-18 ലക്ഷം രൂപ. വസ്തു കൊടുക്കാന്ന് പറഞ്ഞ് അവന് വസ്തു കൊടുത്തില്ല. അവൻ ആ സമയത്ത് എഴുതിക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും ന്യായമില്ലേ? അതുകൊണ്ട് തരുന്നില്ല. ഇത് ശുഭമാകുമോ? നിയമം ചിലപ്പോ അങ്ങനെ ആയിരിക്കും, നിയമം അങ്ങനെ ആയിരിക്കും. കറക്റ്റ് ടൈമിൽ മനസാക്ഷിയില്ലേ? സ്വർഗീയ കോടതി അവന്റെ സാഹചര്യം കൊണ്ട് ചിലപ്പോ ഒത്തില്ല. ചെയ്യേണ്ട കാര്യം, നിനക്കത് മേടിക്കാൻ പൈസ ഉണ്ടോ? ബാക്കി ഇല്ല, എന്നാ നിന്റെ പൈസ വിടി. അതല്ലേ എന്റെ ന്യായം? അതൊരു വലിയ കീർവാണം അടിക്കുക. എന്നിട്ട് പറയാം മേടിക്കാൻ മേടിച്ചോളാം. നിന്റെ സന്തതിക്ക് ഗുണം വരുമോ? ഗുണം വരുമോ? അവര് ചിലപ്പോ ലൈവിലുണ്ടായിരിക്കും, ഗുണമാകട്ടെ. ഗുണമാകുവോ? അവൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട കാശ കൈവെടിപ്പായിരിക്കണം. സഹോദരിക്ക് ഓഹരി കൊടുക്കാനുണ്ടെങ്കിൽ ഓഹരി കൊടുത്തോണം, ചതിക്കരുത്. സഹോദരന് ഓഹരി കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യം കൊടുക്കണം, അവനെ ചതിക്കരുത്. നീ മാളികയൊക്കെ പണിയും, വണ്ടിയൊക്കെ മേടിക്കും, എസ്റ്റേറ്റും ഒക്കെ ചിലപ്പോൾ മേടിക്കും, പക്ഷെ അനുഭവിക്കാനൊക്കെയല്ല. വലിയ എസ്റ്റേറ്റ് മേടിച്ചില്ലെങ്കിലും മാളിക പണിതില്ലെങ്കിലും വലിയ BMW ഇപ്പോഴത്തെ പുതിയ പുതിയ കാറുണ്ടല്ലോ, ഓടി അങ്ങനെ അതൊന്ന് ജാഗ്വാർ ഏതൊരു ആട്ടോ ചാക്കോ പാട്ടയൊന്നും മേടിക്കാൻ ഒത്തില്ലെങ്കിലും നിനക്ക് ചിലപ്പോ ഒരു ഉന്തുവണ്ടിയേ ഉള്ളു മതി, ഒരു ചെറ്റക്കുടില്ല മതി, ഫോറിൻ പ്ലേറ്റ് ഒന്നും കാണുകയില്ല, അലൂമിനിയം പാത്രമാ മതി. പക്ഷെ നിന്റെ കൈ വെടിപ്പാണോ? നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയവും. സ്തോത്രം. ആട്ടെ, മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. തന്നെ വായിക്കാൻ നിങ്ങൾക്ക് അല്പം അമാന്തമുണ്ട്. പിന്നെ അദ്ദേഹം വന്നതുകൊണ്ട് പെട്ടെന്ന് വായിക്കുകയും ചെയ്യും. അദ്ദേഹം വന്നില്ലായിരുന്നു എന്ന് കാണായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, മൃഗങ്ങളോട് ചോദിക്കാവ നിന്നെ ബിലിയാമിന്റെ കരുത പറയും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും. ഒരിക്കലും പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകുക. അപ്പൊ പിള്ളേരെല്ലാം കൂടെ മൊട്ടത്തലയാ കേറി. അല്ലാതെ ഉപദേശി മുടിയെല്ലാം വളർത്തി ഇടക്കിടക്ക് ഇങ്ങോട്ടൊരു പിടുത്തു. അതാണ് നമ്മുടെ പുതിയ പ്രവാചകൻ. ഗ്ലോറി കാരണം മുടിയ അതിനാടാ പ്രവാചകൻ. ഇപ്പോഴത്തെ കുറെ പ്രവാചകന്മാരുണ്ട്, മുടിയെല്ലാം വളർത്തി ഇടയ്ക്കിടയ്ക്കും പ്രസംഗത്തിനിടെ തട്ട. ചിലക്ക് ഇത് കാണുന്ന ചെല്ലു പറയും,
ഈ പ്രവാചകൻ മൊട്ടത്തലയാ, അതുകൊണ്ടാ മൊട്ടത്തലയാ എന്ന് പറഞ്ഞ മുടിയെല്ലാം വെട്ടിച്ച് വീറും വൃത്തിയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ പിള്ളേർക്ക് ഇത് കണ്ടപ്പോ ഒരു പിള്ളേരുടെ ശൈലിയിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ പുള്ളി ഇപ്പോഴൊരു പേര് പറയല്ല, ഇപ്പത്തെ വേറൊരു പേരാ ഇപ്പോഴത്തെ പിള്ളേരുടെ സെറ്റിന് ഏതാ ഏതാ അല്ല വേറൊരു ഞാൻ ന്യൂജൻ, അതാ ന്യൂ ജനറേഷൻ അല്ലേ, ന്യൂജൻ. അപ്പൊ ന്യൂജൻ പാസ്റ്റർ അല്ല, ഓൾഡ് പാസ്റ്റർ. അതുകൊണ്ട് പിള്ളേർക്ക് അത്ര തൃപ്തി വരുന്നില്ല. പിള്ളേരെല്ലാം കൂടെ പറഞ്ഞു മൊട്ടത്തലയാ മൊട്ടത്തലയാ. ഇവരൊത്തിരി പാസ്റ്റർമാരെ ഉപദേശിമാരെ കളിയാക്കിയിട്ടുണ്ട്, ഒത്തിരി പാസ്റ്റർമാരെ ആക്ഷേപിച്ചിട്ടുണ്ട്. പഴയ പാസ്റ്റർമാരെല്ലാം ആക്ഷേപിച്ചിട്ട് സ്തോത്രം പറഞ്ഞ അതുങ്ങൾ അങ്ങ് പോവാ. പക്ഷെ ഈ പാസ്റ്റർ ഇച്ചിരി വ്യത്യാസമാണ്. ഉപദേശി അവിടെ എന്ന് വെച്ചാൽ തിരിഞ്ഞൊന്ന് നോക്കി, ആ ഭാഗം നിങ്ങൾക്കറിയാം. നോക്കിയ സമയത്ത് കാട്ടിൽ നിന്ന് രണ്ട് പെൺകരടി കാട്ടിൽ നടങ്ങി വന്ന് ഇങ്ങനെ അവരിൽ 42 ബാലന്മാര്. അപ്പൊ ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോളേജ് വിട്ട സമയമാണെന്ന് തോന്നുന്നു. എന്റെ ചിന്തയാണ്, അവരിൽ 42 ബാല. അപ്പം ചുരുക്കി പറഞ്ഞ 21 വെച്ച് ഒരു കരടി പിടിച്ചു. ഒരു പെങ്കരടി 21 രണ്ട് പെങ്കരടി കൂടി കീറി. ഈ കരടി നമുക്ക് തരുന്ന ഉപദേശം ഇത്ര ഉള്ളത്: നീ എല്ലാരെയും പരിഹസിക്കുന്നത് പോലെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ പരിഹസിക്കരുത്. നീ എല്ലാവരെയും ആക്ഷേപിക്കുന്നത് പോലെ വിശുദ്ധന്മാരെ കയറി ആക്ഷേപിക്കരുത്. നീ എല്ലാവരെയും ഞോണ്ടാൻ ചെല്ലുന്നത് പോലെ അവൻ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരാകുന്ന വിശുദ്ധന്മാരെ ഞോണ്ടാൻ ചെല്ലരുത്. സൂക്ഷം കരടി നിന്നെ പിടിക്കും. ഒടുവിൽ പിടി. അതിനെ ഇപ്പം നല്ല സംരക്ഷണമല്ലേ അതുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇനി വന്ന് എലിയെ പോലും കൊല്ലാൻ, പന്നിയെലി കൊണ്ട് കൊന്നാൻ അന്നേരം നിന്നെ അറസ്റ്റ് ചെയ്യും. അല്ലാതെ ഒന്നും ഇപ്പൊ തൊടാനേ. ആന നിന്നെ കൊല്ലും, നീ ആനയെ കൊന്നാൽ അകത്ത് പോകുന്നു. ആന നിന്നെ കൊല്ലും, ആനയുടെ വീട്ടിനകത്ത് അങ്ങനെ ചെന്ന് വീണ സൂക്ഷം നിന്നെ. നീ ആനയെ കൊന്നാലോ വിവരം. കടുവ നിന്നെ കടിക്കും, നീ കടുവയെ ദോഷമൊന്നും ചെയ്യാൻ. പന്നിയെ തൊടാനൊക്കെ അല്ല പിന്നല്ലേ. പന്നി നിന്നെ തേറ്റാക്കി താങ്ങും, നീ പന്നിയെ തൊടരുത്. അതിന് കാരണം ഇതിനെല്ലാം ദൈവം സംരക്ഷിച്ച അതിന് മൃഗ സംരക്ഷണ വകുപ്പ് കൂടെ ഉണ്ടാക്കി. തൊട്ടാ നിന്നെ തട്ടും. ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഉപദേശിമാരെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന, സുവിശേഷ വേലക്കാരെ ഉപദ്രവിക്കുന്ന, പരമാർത്ഥികൾ ഉപദ്രവിക്കുന്ന നിന്നെ പിടികൂടാൻ ദൈവം സംരക്ഷിച്ച് വെച്ചിരിക്കുക. അറ്റ കൈ വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയും ചെയ്യും. കരടി ഇറങ്ങി കുഞ്ഞുഞ്ഞെ നിന്നെ തട്ടുകയും ചെയ്യും. യാതൊരു തർക്കവുമില്ല. സ്തോത്രം. കരടിയോട് ചോദിച്ചാൽ കരടി പറയും, നീ ജീവിക്കുന്ന ഉപദേശിമാരെ ആക്ഷേപിക്കരുത്, ഭക്തന്മാരെ ഉപദ്രവിക്കരുത്, പരമാർത്ഥതയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ തൊടരുത്. തൊട്ടാ നിന്നെ കീറും. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ ഉപദേശിക്കും. ഓടിച്ചങ്ങ് നിർത്താം, വേഗത്തിൽ അങ്ങ് നടത്താം. രാജാവിനോട് പ്രാർത്ഥിക്കാത്ത കാരണം നിമിത്തം ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടേച്ച് രാജാവിന് ഉറക്കം വരുന്നില്ല. രാജാവ് എന്റെ ഭാഷ ഓൾ നൈറ്റ്. പക്ഷെ എന്റെ ചിന്തയാ ദാനിയേൽ സുഖമായിട്ട് ഉറങ്ങി. ഒരു ചിന്തകൻ പറഞ്ഞേക്കുന്ന ഈ ദാനിയേൽ അങ്ങോട്ട് ചെല്ലുന്നതിന് മുന്നേ ദൈവം സിംഹത്തോട് പറഞ്ഞു, എന്റെ ദാസൻ വരുന്നുണ്ട്, ബെഡ് ഒരുക്കിയേക്കണമെന്ന്. എൻ്റെ ദാസൻ വരുന്നുണ്ട്, പുള്ളി ശുശ്രൂഷയുടെ മുഖത്തായതുകൊണ്ട് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ട്. എൻ്റെ ദാസൻ ഇന്ന് വൈകിട്ട് ഇവിടാണ് വിശ്രമിക്കുന്നത്. അപ്പൊ സിംഹമെല്ലാം കൂടെ നിരയായിട്ട് നിന്നു. ദൈവദാസൻ വന്ന് ഡള്ളപ്പിന്റെ മെത്തേ കിടക്കും പോലെ കമാന്നൊരു സിംഹം പറഞ്ഞു, എടേ അനങ്ങരുത്, ഉദ്ദേശി വരുന്നുണ്ടെന്ന് പറഞ്ഞു. നേരെ നിൽക്കാം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, എനിക്ക് വെള്ളം കുടിക്കണം. ഇന്ന് കുടിക്കണ്ട, ഉദ്ദേശി അനക്കാതെ പുള്ളി ക്ഷീണമുള്ള ആളാ, സുഖമായിട്ട് നമുക്ക് ദൈവം ഒരുക്കുന്ന മെത്ത.
പള്ളിമത്തെ കിടക്കുന്ന പുള്ളിക്ക് ഉറക്കം വരുന്നില്ല. പുള്ളി ഇരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, മൊബൈൽ എടുത്ത് തോണ്ടുന്നു. രാജാവ് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു. ദാനിയേൽ സുഖമായിട്ട് അധികാലത്ത് ഓൺലൈൻ നടത്തിയ പുള്ളി അധികാലത്ത് വന്ന് ചോദിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനാകുന്ന ദാനിയേലെ നീ അതിനകത്ത് ഉണ്ടോന്ന്. ദാനിയേൽ കരക്കോട്ട് കയറി, എന്റെ ചിന്തയാ, കരക്കോട്ട് കയറി കൈയടിച്ചേച്ച് പറഞ്ഞ് രാജാവിന് ദീർഘായുസ് ഉണ്ടാകട്ടെ. അടുത്ത സാക്ഷ്യമായി, രാജാവ് സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ അടച്ചു. മൃഗങ്ങളോട് ചോദിക്കാം, അവൻ നിന്നെ. ദാനിയേല് രാത്രിയിൽ വിശ്രമിച്ച ആ സിംഹക്കൂട്ടിലെ സിംഹങ്ങൾ ഇങ്ങനെ തരുന്ന ഉപദേശമാ, സ്തോത്രം, എല്ലാവരെയും തൊടുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ തൊട്ടേക്കരുത്. സിംഹം പറയും, ഞങ്ങൾ ഈ ഏറെ നാളുകളായി ഗുഹയ്ക്കകത്ത് കിടക്കുക, ഇവിടെ പലരെയും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്, പാതിക്ക് വരുമ്പോഴേ ചാടി പിടിച്ചൊരു കടി, ഒരു കൂടെ ഒരടി, അവന്റെ അത്തി പോലും കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഇന്നലെ ഒരുത്തം വന്നു. ഇന്നലെ വന്നവൻ എന്നും വരുന്നവനെ പോലല്ല. അവൻ സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ, അവൻ ജീവനുള്ള ദൈവത്തോട് നിലവിളിക്കുന്നവനാ, അവൻ സത്യദൈവത്തെ ഭജിക്കുന്നവനാ. അതുകൊണ്ട് സിംഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരെയും കീറുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ കീറാൻ ദൈവം അനുവദിക്കത്തില്ല. എല്ലാവരെയും അവൻ ഉപദ്രവിക്കുന്നത് പോലെ സത്യദൈവത്തെ ഭജിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. സിംഹത്തിൻ ഗുഹ എനിക്കെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, സിംഹത്തിൻ ഗുഹ എനിക്കെന്നാലും അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലും, ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം കലങ്ങും വീഴാതെ നീർത്തണമേ എന്നെ, വീഴാതെ നീർത്തണമേ. ഉള്ളം കലങ്ങും പ്രതിസന്ധികളിൽ, ഉള്ളം നീകളിൽ വീഴാതെ നീർത്തണമേ എന്നെ, വീഴാതെ നീർത്തണമേ. എനിക്കൊരു തുണ നീ എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ. ഓ ദുരിതമും നിറയും ഈ മരുവിലെ വാസത്തിൽ, ദുരിതം എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, എനിക്കൊരു ആമേൻ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ. ഇണയില്ല കൂറും പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയനെ, ഇണയില്ല കൂറും പ്രാവു പോൽ ഞരങ്ങുന്നു പ്രിയൻ. അനാഥാ വരുവാൻ താമസ എങ്കിൽ, നാഥാ വരുവാൻ താമസ എങ്കിൽ, വീഴാതെ നീർത്തണമേ എന്നെ. ഓ നാഥാ വരുവാൻ താമസ എങ്കിൽ, നാഥാ വരുവാൻ താമസ എങ്കിൽ, വീഴാതെ നീർത്തണമേ എന്നെ, വീഴാതെ. ഓ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനെ, ഓ എനിക്കൊരു കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. മൃഗങ്ങളോട് ചോദിക്കാം, അവൻ നിന്നെ
ദാനിയേലിൽ കിടന്ന സിംഹക്കൂട്ടി കിടന്ന ആ സിംഹങ്ങൾ പറയും, അവൻ പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ ഭാഷ പറഞ്ഞ സിംഹം പറയാം, അവനെ മണപ്പിക്കാൻ പോലും ദൈവം പിന്നല്ലേ അവനെ തൊടുന്നത്. അവനെ മണപ്പിക്കാൻ പോലും ദൈവം. നല്ല ഡള്ളപ്പിന്റെ മെത്ത പോലൊരു കേച്ച് സിംഹം പറഞ്ഞു, ആ ഉപദേശി എന്നാ പോയാട്ടെ. രാജാവിന് ഉറക്കം വന്നില്ല. സ്തോത്രം. എന്റെ ഭാഷ പറഞ്ഞ മെത്തയുള്ള രാജാവ് ഉറങ്ങിയില്ല, മെത്തയില്ലാത്ത ദാനിയേല്. നമ്മളോർക്കുന്ന നല്ല മെത്ത മേടിച്ച കൊച്ചായൻ ഉറങ്ങുക എന്നാണോ? മെത്ത മേടിച്ച് സൈഡിൽ ചാരി വെച്ചിട്ട് പുള്ളി കാഞ്ഞിരപ്പലയുടെ പലയെ കെട്ടില്ലേ. വൈദ്യുതി പറഞ്ഞ ഒരു കാരണവശാലും കൊച്ചായൻ ആ മെത്ത എന്നാ ഈ മഹാഭാവി മെത്ത എടുത്ത് കിടക്കാൻ ഒക്കുന്നവന് കൊടുക്കുവോ? അതുമില്ല. 8 10 മെത്ത ആരി വെച്ചിരിക്കുക, അവനോട്ട് കിടക്കാനും മേല. എടാ മഹാഭാവി, എന്നാ കിടക്കാവുന്നവനെടുത്താ മെത്ത കൊടുക്ക്. അതൊട്ടിവൻ സ്തോത്രം. അല്ല, ഓരോന്നിന്റെ ഗതികേടാ ഞാനീ പറഞ്ഞു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ ദൈവം അനുവദിക്കത്തില്ല. മൃഗങ്ങളോട് ചോദിക്കാം, അവ നിന്നെ. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എതിരെയുള്ള ആ ഗ്രാമത്തിലോട്ട് ചെയ്യണം. അവിടെ ആരും കയറാത്തൊരു കഴുത കാണും, കെട്ടിയിട്ടിരിക്കുക, അഴിച്ചോണ്ടിഞ്ഞ്. ആരെങ്കിലും ചോദിക്കുകയാണെ പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട്. ശിഷ്യന്മാരോട് ചെന്ന് കെട്ടഴിച്ചോണ്ടിഞ്ഞ് വന്നു. കർത്താവ് ശിഷ്യന്മാരതിന്റെ മുകളിൽ തുണിയൊക്കെ ഇട്ട് വീതികളിലുമെല്ലാം യേശു ഇതിന്റെ മുകളിലോട്ട് കയറി. അത് പ്രവചനം നിറവേറിയ വാക്യങ്ങൾ എടുപ്പിക്കണ്ടല്ലോ, നിങ്ങൾക്കറിയാം. സ്തോത്രം. കർത്താവ് കഴുത കുട്ടിയുടെ പുറത്ത് കയറി, കഴുതയുടെ പുറത്ത് കയറി ഋഷിലേം ദേവാലയത്തിലോട്ട് വരും. നല്ല വൃക്ഷക്കൊമ്പുകളും ഈന്തപ്പനയുടെ മടലും ഓലയെല്ലാം വെട്ടി വീതിയെല്ലാം അലങ്കരിച്ച് കഴുത ഇതിന്റെ പുറത്തുകൂടെ ഇന്ന് വരെ പോകാത്ത പാത കഴുതയ്ക്ക് ഒരുങ്ങി. ഇന്ന് വരെയും കണ്ട ആട്ടുന്നവരെല്ലാം കഴുതയും കൂടെ നോക്കിയായി ബഹുമാനിക്കുന്നു. കാരണം യേശു ഇതിന്റെ മുകളിലുണ്ട്. നീ യേശുവിന് ഇരിക്കാൻ ഇടം കൊടുത്താൽ നിനക്ക് മാന്യത ഉണ്ടാകും. അതാണ് ഈ കഴുത തരുന്ന ഉപദേശം. അവിടെ കെട്ടിക്കിട്ടപ്പോ ആരേലും വന്ന് മാനിച്ചിട്ടുണ്ടോ? ഒരു തുണി തന്നിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടില്ല, ആരും വന്ന് ഗവനിച്ചിട്ടും ഇല്ല. പക്ഷെ അവിടുന്ന് കെട്ടടിച്ച പഴയ കെട്ടടിക്കണം. നേരത്തെ കെട്ടിയിട്ട സ്ഥലത്ത് നിന്ന് ഇനി പോരണം. കെട്ടുമുട്ടി കടന്നു വെച്ച് മാന്യത കിട്ടണമെന്ന് പറഞ്ഞ് കറങ്ങിയ കെട്ടിന്റെ അവിടെ കടന്ന് കറങ്ങാന്നല്ലാതെ അതിന് 7 കറക്കം കറങ്ങി. ആണ്ടോടാണ്ട് ആ അവിടെ കടന്ന് കഴുത കറങ്ങുന്നതല്ല, അതാരും മൈൻഡ് ചെയ്യാൻ. അവസാനം ഒരു വെടിയും ഒരു കൊടയോ ഒരു നടയോ ഒരു പുകയും 2 കഥനാക്കുറ്റി തീർന്ന് നിന്നെ ആരും മൈൻഡ് ചെയ്യില്ല. പക്ഷെ യേശു ഈ കഴുതയുടെ പുറത്തേക്ക് കയറി എല്ലാവരും മാനിക്കും. നിനക്ക് ആരെങ്കിലും പച്ചവെള്ളം തരുന്നെങ്കിൽ, 10 രൂപ തരുന്നെങ്കിൽ, ഇരിക്കാൻ ഒരു കസേര തരുന്നെങ്കിൽ, നമ്മുടെ മാന്യതയല്ല, യേശു ഉള്ളത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിനെ നിരക്ഷിതാവായി സ്വീകരിച്ചത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കഴുത പറയും, യേശുവിനിരിക്കാൻ ഇടം കൊടുത്താൽ, നീ യേശുവിനെ ചുമന്നാൽ, യേശുവിനെ വഹിച്ചാൽ, സ്തോത്രം, നീ ഉദ്ദേശിക്കാത്ത വഴികളിൽ കൂടി ദൈവം നിന്നെ നടത്തും. ഇപ്പോഴത്തെ ഒരു പുതിയ പാട്ടാണ്, എനിക്ക് ആ പാട്ട് ഇഷ്ടമാണ്. പുതിയ പാട്ടെല്ലാം ഇഷ്ടക്കേടാന്ന് പറയത്തില്ല, പുതിയതല്ല, എന്നാൽ അത് നല്ല വരിക. അർഹിക്കാത്ത നന്മകളും എന്നിലും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മത്തായി 21 പറഞ്ഞിരിക്കുന്ന ഈ കഴുത പാടാൻ അവസരം കിട്ടുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ കഴുത പാടുമോ? പിന്നെ കഴുത സംസാരിച്ചല്ലോ, പിന്നെ കഴുത പാടുന്നതന്നെ. ട്യൂണുള്ള കഴുതയാണെങ്കിൽ ഇന്നെങ്ങാനും ആയിരുന്നു കഴുതയ്ക്ക് പറയുക, കഴുത സാക്ഷി പറയാൻ പറഞ്ഞ സൂക്ഷ ഈ കഴുത ഈ പാട്ടായിരിക്കും പാടാൻ കൂടുതലും സാധ്യത. അതുകൊണ്ട് കഴുത ഇവിടെ വന്നിട്ടില്ലല്ലോ, നമുക്കെല്ലാം കൂടെ പാടാം. നമ്മൾ ഒരു കാലത്ത് കഴുതയായിരുന്നല്ലോ. യേശു കയറിയത് കൊണ്ടിരിക്കുവോ? യേശുവിനിരിക്കാൻ ഇടം കൊടുത്തത് കൊണ്ടല്ലോ. അതുകൊണ്ട് പാടാം. അർഹിക്കാത്ത നന്മകളും എന്നിലും അർഹിക്കാത്ത നന്മകളും എനിക്കും യാചിക്കാത്ത നന്മകളോരുമൈ എനിക്ക് സ്തുതി.
എനിക്ക് സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. മൃഗങ്ങളോട് ചോദിക്കാൻ അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കാൻ അവ പറഞ്ഞു തരും. സ്തോത്രം. എല്ലാ ഭാഗവും എടുത്ത് നന്നായിട്ട് വിവരിച്ച് പറഞ്ഞാൽ കൊള്ളാന്നുള്ളതിന് മുതിരുന്നില്ല. സ്തോത്രം. ആണ്ടാ നോഹ വെള്ളം ഇറങ്ങിയോന്നറിയാൻ ഒരു മലങ്കാക്കയെ പറത്തു വിട്ടു. വെള്ളം പറ്റിയോന്നറിയാൻ മലങ്കാക്കയെ പറ്റി ഇരിക്കുന്ന വന്നും പോയി നിന്നു വന്നു. അങ്ങനെയുള്ള മലങ്കാക്കയുടെ ആത്മാവുള്ള ആൾക്കാർ സഭയിലുണ്ട്. ഈ ആഴ്ച വരും, അടുത്ത ആഴ്ച വന്നും പോയി, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരും, പിന്നെ രണ്ടാഴ്ച നിനക്ക് മലങ്കാക്കയാ. വന്നും പോയി നിൽക്കുക. എന്നാലൊരു പ്രാവിനെ പറത്ത് വിട്ടു. പ്രാവ് അങ്ങോട്ട് പോയിട്ട് ഇരിക്കാൻ യാതൊരു ഇടവും കാണുന്നില്ല. നേരെ തിരിച്ച് പെട്ടകത്ത്. ഈ പ്രാവ് തരുന്ന ഉപദേശം ഈ ലോകം നമുക്ക് യോഗ്യമല്ല. പക്ഷികളോട് ചോദിക്കാമോ നിനക്ക്? ഈ പക്ഷി, ഈ പ്രാവ് പറയും, കുഞ്ഞുഞ്ഞമ്മേ ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ജോയിക്കുട്ടി, ഈ ലോകം നമുക്ക്, നീ കലങ്കയെ പോയി ഇരിക്കരുത്. മാടക്കടയുടെ അവിടെ വെറുതെ പോയി ഇരിക്കരുത്. ബസ് സ്റ്റോപ്പിൽ കയറി നീ വെറുതെ ഇരിക്കരുത്. നീ ചുമ്മാ അവിടെ പോയി വായി നോക്കി നിൽക്കരുത്. അതായി പ്രാവ് പറഞ്ഞത്. നിനക്ക് പെട്ടകമായി യോഗ്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പാപികളുടെ വഴിയിൽ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ. അതായി പ്രാവ് തരുന്ന ഉപദേശം. പക്ഷികളോട് ചോദിക്കാമ പറഞ്ഞു തരും. ഞാനെല്ലാം വിവരിക്കുന്നില്ല, വേറെ ഒത്തിരി ചേർത്ത് കോർത്തിണക്കിയാ പറയേണ്ടത്. ഇന്നതിന് മുതിരാത്തത് കൊണ്ടാണ്. സ്തോത്രം. ഒരിക്കൽ തമ്പുരാൻ കാക്കയെ വിളിച്ചേച്ച് പറഞ്ഞു, ഉപദേശം അവിടെ ഇരിപ്പുണ്ട്, അപ്പോ ഉറച്ചും കൊണ്ട്. കാക്കനെയാണ് ആർക്കും ഇഷ്ടമല്ല. ഒന്ന്, എന്നെ പോലെ ശബ്ദം കൊള്ളുകയല്ല. രണ്ട്, കളറ് നല്ലതല്ല. കുയിലിരിക്കുമ്പോ കുയിലിനോട് പറ, കുയിലിനെ വിളിച്ചില്ല ദൈവം, കാക്കയോടാ പറ. അപ്പൊ ഒരു ചിന്തയാണ് വേദപുസ്തകത്തിലുള്ളതല്ല. പക്ഷികളെല്ലാം കൂടെ ഒന്നിച്ച് കമ്മിറ്റി കൂടിയപ്പോൾ ഓരോ പക്ഷികളെ സാക്ഷ്യം പറഞ്ഞു. മയിൽ പറഞ്ഞു, ദൈവം എനിക്ക് തന്നിരിക്കുന്ന സൗന്ദര്യത്തിനായിട്ട് സ്തോത്രം, ഹല്ലേലൂയ. മഴക്കാറ് കാണുമ്പോൾ എനിക്ക് ചിറക് വിടർത്തി ആടുവാൻ തക്കോണം ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. അപ്പം കാക്ക അതെല്ലാം കണ്ടു. കാക്ക ദൂരെ ഇരിക്കുക. ഉടനെ കുയിൽ പറഞ്ഞു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ, നന്നായിട്ട് പാടുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ശ്രുതി തെറ്റാതെ. ഇതിൽ പറയല്ലേ ഇനി, അല്ല വേറെ എന്തൊക്കെ പറയുന്നതിന് സംഗതി. അതാ സംഗതി പോകാതെ പാടുവാൻ തക്കവണ്ണം ദൈവം എനിക്ക് തന്ന കൃപയ്ക്കായി. എന്നിട്ട് കാക്കേനെ ഒരു നോട്ടം, മുഴുവൻ ശ്രുതി തെറ്റി കിടക്കുക. അപ്പൊ കാക്കയ്ക്ക് അങ്ങ് സ്തോത്രം. അപ്പൊ താത്ത പറഞ്ഞു, ദൈവത്തിന് മഹത്വം തന്ന ഈ കളറിനായി പലവിധ വർണ്ണങ്ങളാൽ ദൈവം എന്നെ സൃഷ്ടിച്ചതോർത്ത് ഞാൻ ദൈവത്തെ, ചുണ്ടിനൊരു കളർ, പടലിയുടെ ഇവിടെ ഒരു ഡിസൈൻ, റിങ് അതൊരു ഡിസൈൻ, ഇങ്ങോട്ടൊരു കളർ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ കളറുകൾക്കായിട്ട് ദൈവത്തെ. എന്നിട്ട് കാക്കേനെ നോട്ടു. ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം, സ്തോത്രം. കാക്ക ഇതെല്ലാം കേട്ടും കണ്ടും അങ്ങ് മനപ്രയാസമായി. തേമേ കളറും ഈ ചുണ്ടും ആർക്കും തന്നെ വളരെ ഭാരത്തോടെ തമ്പുരാന്റെ സുപ്രഭാതത്ത് പറഞ്ഞ് ഉപദേശം അവിടെ കരിയത്തിന്റെ അവിടെ ഉണ്ട്, അപ്പോൾ ഉറച്ചും കൊണ്ട് കൊടുക്കാം. ഡെയിലി പ്രത്യേക ശുശ്രൂഷ.
എന്റെ ചിന്ത പറഞ്ഞേ, കാക്ക പറയും നിന്റെ കളറ് വിഷയമല്ല, നിന്റെ സ്വരവും വിഷയമല്ല, തക്ക സമയത്ത് ദൈവം നിന്നെ മാനിക്കും. കളറൊന്നും വിഷയമല്ല. നമ്മൾ പറഞ്ഞ ചില പറഞ്ഞു, അയ്യോ ഈ കളറായി പോയത് കൊണ്ടാ പാസ്റ്റർ വിഡ്ഢി. ഇന്ന് പേപ്പറിൽ കണ്ടില്ലയോ ഇന്ത്യയുടെ പ്രഥമ വനിത? കളറാണ് വിഷയം. കളറൊന്നും വിഷയമല്ല. ഇന്ന കുടുംബത്തിൽ പറഞ്ഞതാ, അതാണ് വിഷയം. ലോകക്കാരെ ആ വിധത്തിൽ പോകുന്നെങ്കിൽ ദൈവമക്കളെ അത്ര അധികം. മുമ്പേ കേട്ടില്ലേ, കാക്കകളെ നോക്കിയിട്ട് വിതയ്ക്കൊന്നില്ല, പൊയ്ത് കള്ളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. കാക്കകളെ നോക്കിടുവിൻ വിതയ്ക്കുന്നില്ല, പൊയ്തു കള്ളപ്പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വാനിലെ പറവകൾ പുലരുന്നല്ലോ, വാനിലെ താരകൾ വളരുന്നല്ലോ, വാനിലെ പറവകൾ പുലരുന്നല്ലോ. ഓ എനിക്കായി കരുതാമെന്നുരച്ചവനെ, എനിക്കൊന്നും ഭയമില്ല നിരച്ചിടുമ്പോ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഭാരമല്ല നിന്റെ ചുമലിൽ. എനിക്കായി കരുതുവാൻ ഇഹത്തിലില്ലേ ഒന്നോ ചുമത്തുന്ന ഭാരമല്ല നിന്റെ ചുമലിൽ. ദൈവത്തിന് മഹത്വം കൊടുക്കുക. പക്ഷികളോട് ചോദിക്കാമോ? പറഞ്ഞു തരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങൾ അമ്മമാരായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാം. ഇപ്പോഴത്തൊന്നും പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല. പണ്ടൊക്കെ നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അമ്മ ചെയ്ത് കണ്ടിട്ടുണ്ട്. കോഴിയെ കോഴിയെ കൊത്തിച്ചിറക്കും. തള്ളക്കോഴിക്ക് 10-15 മുട്ടയൊക്കെ വെക്കും. അതിനെല്ലാം ഉരുളിക്കകത്ത് ഞങ്ങളുടെ വീട്ടിൽ ചെയ്തതാ. ഉരുളിക്കകത്ത് ഇങ്ങനെ മുട്ട വെച്ച് പൊരുന്ന കോഴിയെ ഇരുത്തി, എനിക്കൊന്ന് 21 ദിവസമാണെന്ന് തോന്നുന്നു, അല്ലേ? 21 ദിവസം ഇരുത്തി കഴിയുമ്പോൾ ഇത് കൊത്തി വിരിഞ്ഞു. അപ്പൊ അതിനെ വിരിച്ചിറക്കാൻ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വിരിച്ചങ്ങോട്ട് ഇറക്കേണ്ട കുഞ്ഞു കുഞ്ഞുങ്ങളാണ്. അതിന്റെ ചുണ്ടിലൊരു ഇതുണ്ട്, അത് പൊളിച്ച് കളയും. ഈ പൊടിയരി എടുത്ത് കല്ലേ വെച്ച് നന്നായിട്ടൊന്നുകൂടെ ഒതുക്കും. അതൊരു ചെറിയ പാത്രത്തില് വെക്കും. പച്ചമഞ്ഞള് കല്ലേ വെച്ച് അരച്ച് വെള്ളത്തിൽ കലക്കി ആ വെള്ളവും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, കണ്ടു കാണും, എന്നേക്കാൾ പ്രായമുള്ളവരല്ലേ. ഈ കുഞ്ഞങ്കോഴി വന്ന് ഈ അരി കൊത്തും, വെള്ളത്തിലൊരു മുത്തും. എന്നിട്ട് ഇങ്ങനെ വെക്കുന്നത് കാണാം. എം ഇ ചാക്കോ സാർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, അത് സ്തോത്രം ചെയ്യുക. ആയുഷിൽ ആദ്യം തന്ന അരിക്കും വെള്ളത്തിനുമായി സ്തോത്രം, പിന്നെ ഒരു കൊത്തും ഒരു മുത്തും സ്തോത്രം. നീ മൂക്കുമൊട്ട തിന്നുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ നീ കുറ്റം പറയുന്നതല്ലാതെ സ്തോത്രം. ദൈവം തരുന്ന ഭക്ഷണത്തിനായിട്ട് നന്ദി പറയാറുണ്ട്. ഈ കോഴിക്കുഞ്ഞുങ്ങൾ പറയും, തങ്കച്ചാ നീ പ്രാർത്ഥിച്ചേച്ചേ, ദൈവത്തെ മഹത്വപ്പെടുത്തും. നിന്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നീ അധ്വാനിച്ചു കൊണ്ടുവന്ന കാശ് കൊണ്ടൊക്കെ. അധ്വാനിക്കാൻ ആരോഗ്യം ദൈവം തന്നതുകൊണ്ടല്ലേ. ഭക്ഷ്യവിഷവാദയേക്കാൾ ഇത്രയും ദൈവം നിന്നെ പുലർത്തിയില്ലേ. ഇതിനെല്ലാം നീ ദൈവത്തിന് നന്ദി പറയണം. കോഴിക്കുഞ്ഞുങ്ങൾ പറയും, നീ പ്രാർത്ഥിക്കാതെ യാപ്പാടടിക്കരുത്. നിങ്ങൾ പെന്തിക്കോസ്തുകാരുടെ ചില കല്യാണത്തിന് പോയി പ്രാർത്ഥിക്കുന്നവനെ അങ്ങ് കഴിക്കില്ലയോ ചിലരെ. എന്നാൽ ചിലര് പ്രാർത്ഥിക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. ഈ ഏരിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം നടക്കും, ഇവിടെ യാപ്പാടും നടക്കും. എല്ലായിടത്തും അല്ലേ, എനിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ അങ്ങനെ, അവിടെ ശുശ്രൂഷ, ഇവിടെ നല്ല പെരുക്ക്. എനിക്കറിയാം. അത് കഴിഞ്ഞ് പിന്നെ പറയും, നീ പ്രാർത്ഥിച്ചാ. അന്നേരം കുറെ പേര് കഴിച്ചു. ഞാൻ ഞങ്ങളുടെയൊക്കെ ആ ഏരിയയിൽ പറയും,
ഉപദേശിമാരോടും പറയാം, വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ ഭക്ഷണത്തിനും പ്രാർത്ഥിച്ചോണം. അവിടെ ചെന്ന് മനുഷ്യനെല്ലാം മെനക്കെട്ട് ഷട്ടർ പൊക്കുന്നുണ്ടോ, ഇടിച്ചു കയറി പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തെ വിളിക്കുകയല്ല, പാടില്ല. ദൈവം നിനക്ക് തരുന്ന ഭക്ഷണത്തിന് നന്മയ്ക്ക് വല്ല സ്തോത്രം ചെയ്യണം. നമ്മളൊരു പഴയ പാട്ട് പാടാം. അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു, ഓ അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു, പോറ്റുന്നു, ഓ ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നും എന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം തരുന്ന എല്ലാത്തിനും നാം നന്ദിയോടെ സ്തോത്രം ചെയ്യണം. പക്ഷികളോട് ചോദിക്കാവ പറഞ്ഞു തരും. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. മൃഗത്തോട് ചോദിക്കാവ നിന്നെ ഉപദേശിക്കും, പക്ഷികളോട് ചോദിക്കാവ പറഞ്ഞു തരും. അല്ല, ഭൂമിയോട് സംഭാഷിക്കാം. ഈ ഭൂമി ഉപദേശം തരും. അകൃത്യ നിമിത്തം വായിക്കാൻ മേലെന്ന്, അതായത് അവിടെ എവിടെയും കുലുങ്ങുന്നതും കിണർ താണു അകൃത്യമാണ്. ആ കിണറ്റിൻകരെ കിടന്ന് ആ ഫോൺ ചെയ്ത് ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞു. സ്തോത്രം. ഭൂമിക്ക് താങ്ങാൻ മേലെന്ന് എന്തെല്ലാം കാട്ടായ്മ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. സദൃശവാക്യം 30-ാം അധ്യായത്തിന്റെ 21 പറഞ്ഞ 3 നിമിത്തം ഭൂമി വിറയ്ക്കുന്ന 4 നിമിത്തം അതിന് സഹിച്ചുകൂടാ. അയ്യോ, ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം ദാസനെ പിടിച്ച് രാജാവാക്കി സഹിക്കാൻ മേലെ ഭൂമിക്ക് മിക്കവാറും കുലുങ്ങാൻ സാധ്യത. പിന്നെ ചുമ്മാ നടന്നതിനെ പിടിച്ച് രാജാവാക്കി സഹിക്കാൻ മേല. നാളൊരുത്തം പറഞ്ഞ അൺസഹിക്കബിൾ. ദാസൻ രാജാവായെന്ന് മനസ്സിലായില്ല. അയപ്പാത്രം മനസ്സിലായാൽ മതി. മിക്കവാറും ഭൂമി കുലുക്കത്തിന് സാധ്യത. പിന്നെ ഇപ്പൊ തന്നെ മൊത്തം ഒരു കുലുക്കത്തില്ല. ദാസൻ രാജ, ഞാൻ വാക്യമാ പറഞ്ഞു, നിങ്ങൾ വാക്യം എടുത്ത് വായിച്ചേ. 3 നിമിത്തം ഭൂമി വിറയ്ക്കാതെ വായിച്ചേ. 4 നിമിത്തം അതിന് സഹിച്ച് കൂടാ. കാരണം അടുത്ത വാക്യം, ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തവും, പോച്ചൻ തിന്ന് തൃപ്തനായാൽ അവന്റെ നിമിത്തവും, വിലക്ഷണയ്ക്ക് കല്യാണം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും, ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചാൽ അവളുടെ. ഇത് കാരണം വിറക്കുക. ദാസൻ രാജാവായി ചുമ്മാ നടന്നവനെ പിടിച്ച് രാജാവാക്കി കിരീടവും വെച്ചു. നീ രാജാവ്. അവൻ അന്തം വിട്ട് ഞാൻ അങ്ങനെ ആയി. അന്നേരം ഭൂമി കൂടുന്നു. സ്തോത്രം. ദാസി യജമാനത്തിയുടെ സ്ഥാനം പ്രാപിച്ചു. വീട്ടുവേലയ്ക്ക് കൊണ്ടുവന്നതാ. അവള് മിടുക്കിയായിരുന്നു. അമ്മാമ്മയെ അടിച്ച് പുറത്താക്കി വെച്ച് അവൾ അച്ചായന്റെ കൂടെ താമസിക്കുന്നു. മിടുക്കിയല്ലേ? അച്ചായന്റെ വൈഫ് എന്ത് ചെയ്യും? പുള്ളിക്കാരി ഇപ്പൊ അനാഥാലയത്തിലാന്നാ. സിസ്റ്റർ, ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞു. ഹസ്ബൻഡ്, യോ എന്തൊരക്രമം. നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് എവിടാണ് നടന്ന സ്ഥലമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. വീട്ടുവേലയ്ക്ക് വന്നവളാ. അവളിപ്പോ അച്ചായനുമായിട്ട്, അച്ചായൻ ഇപ്പൊ അമ്മാമ്മയോട് മിണ്ടുക പോലുമില്ല. മറ്റേ അച്ചായൻ ആഴ്ചയിൽ ഒന്നെങ്കിലും അമ്മാമ്മയ്ക്ക് ഫോൺ ചെയ്യുന്നതാ. സൂസമ്മ എന്നാ ഉണ്ട്, സൂസമ്മ വിശേഷം. വീട്ടുവേലയ്ക്ക് വന്നവള് അച്ചായനെ കറക്കി കുപ്പിയിലാക്കി. മിടുക്കിയല്ലേ? അച്ചായൻ ഇപ്പൊ അവളോടെ എല്ലാം പറയുള്ളൂ. മോളി എങ്ങനെയാ നമ്മുടെ കാര്യങ്ങൾ? ഗ്യാസ് എടുത്തോ? വീട്ടുവേലയ്ക്ക് വന്നവളോടെ ചോദിക്കുന്നത് ഗ്യാസ് എടുത്തു. പിന്നെ ഭാര്യ എന്തിനാ അവിടെ ചെന്ന്? അവക്ക് ഗ്യാസ് ഉണ്ടല്ലോ. വീട്ടുവേലയ്ക്ക് വന്നവളോടാ പറഞ്ഞത് അക്കൗണ്ട് നമ്പർ ATM കാർഡ് കൊണ്ടുപോയി വീട്ടുവേലക്കാരിയോട്. ജോലിക്ക് വന്നവിടെ അച്ചായന്റെ ATM കാർഡും പാസ്ബുക്കും മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ ഏതാണ്ട് കുഴപ്പടി ഉണ്ടല്ലോ. ദാസി യജമാനത്തെ അബ്രഹാമിന്റെ വീട്ടിൽ അതാ നടന്നത്. മിസ്രയീം ദാസിയ നേരെ ഇപ്പൊ യജമാനത്തിയുടെ സ്ഥാനമായി. പ്രശ്നം ഇന്ന് വരെ തീർന്നിട്ടില്ല. പ്രസംഗിക്കുമ്പോഴും പ്രശ്നമാണ്. ഈ ഭൂമി അത് പറഞ്ഞുകൊണ്ടിരിക്കുക. വിലക്ഷണയ്ക്ക് കല്യാണം കഴിഞ്ഞ ലക്ഷണം കെട്ടവള. അവൾക്ക് കല്യാണം നടന്ന അവള് ഭൂമിയിൽ ഒരു പെണ്ണുങ്ങളെ വെച്ചേക്കുകയല്ല.
ലക്ഷണം കെട്ടവർക്ക് കല്യാണം കഴിഞ്ഞ ഭർത്താവ് ഇച്ചിരി മിടുക്കനാന്നെ പിന്നെ പറയേ. ഇവിടെ എത്ര പുരുഷന്മാർ വന്ന് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. കോങ്കണ്ണി, അല്ലെ മുഖം ശരിയല്ല, അല്ലെ സ്വഭാവം ശരിയല്ല, സ്വഭാവം ആ കൂടുതൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അന്നേരം ഒരുത്തന്റെ തലേ വന്ന് കേറി. ഇവള് ഭൂലോകത്തില് അവൾ ആദ്യം അമ്മായിമ്മയുടെ പള്ളക്കൂടെ അടുത്താണ്. അമ്മായിമ്മയുടെ അടിനാവി നോക്കി ഒരിടി. ഭർത്താവിന്റെ പെങ്ങളെ കാലുമണക്കി അടിച്ച് അവള് കനാലിൽ പോയി. വിലക്ഷണക്ക് ഇവള് ലക്ഷണം കെട്ട് വീട്ടിൽ നിന്നാണ്. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഇവളോട് മാട്രിമോണിയൽ എന്ന് ഇട്ടിട്ടിട്ട് വശം കെട്ടി. അവര് വിളിച്ച് ഞങ്ങൾ വന്നൊന്ന് കാണട്ടെ. അവര് വന്ന് കണ്ടപ്പോ അവർക്ക് ഞങ്ങൾ പിന്നെ വിളിക്കാന്ന്. പിന്നെ വിളിച്ചപ്പോഴെല്ലാം പരിധിക്ക് പുറത്ത്. അവര് പരിധിക്ക് പുറത്തില്ല, അവര് വേറെ കല്യാണം കഴിച്ച് പരിധിക്ക് അകത്താ. നിന്നെ ഇഷ്ടമല്ലതാ വിലക്ഷണ. സ്തോത്രം. അങ്ങനെയുള്ളവർക്ക് അവർക്ക് കല്യാണം നടന്നാലുള്ള സംഭവമാണ്. അവൾ ആദ്യം അമ്മായിയപ്പനെ കൈവശം കൊടുക്കും. അയാളെ വേണ്ട മന്ദബുദ്ധിയായിട്ട് നടക്കുന്ന ആറാമടെ കൂടെ. നേരത്തെ സഭായത്തിന് വന്ന മൂപ്പന അമ്മായിയമ്മയെ അനാഥാലയത്തിലും വിട്ട് അവൾ മിടുക്കിയ. പെങ്ങളെ കാലുമടക്കി അടിച്ച് കനാലിൽ ഇട്ടു. ആധാരം അവിടെ പേരിലും ആക്കി. കമ്പിമുള്ളു വിട്ട്. കമ്പിമുള്ളു എങ്ങനുണ്ട്? വിലക്ഷണക്ക് ലക്ഷണം കെട്ട് ഭൂമി വിറക്കുക ഉണ്ടോ? യശയാപ്രവചനം വായിക്കുന്ന ഭൂമി പൊടുപട പൊട്ടുന്നു, കീറുന്നു. കാരണം അകൃത്യം. ഈ ഭൂമിയിൽ മുഴുവൻ അകൃത്യങ്ങൾ നടക്കുക. ചതിവ്, വഞ്ചന, കൊട്ടേഷൻ ടീമുകൾ കൊണ്ട് തട്ടുകല്ലേ, അതിക്രമം വർദ്ധിക്കുന്നു. ഇപ്പൊ ആർക്കും ആരോട് ഒന്നും പറയാൻ പറ്റും. അന്നേരം തന്നെ കൊട്ടേഷൻ കൊടുക്കുക, തട്ടിയാക്കാൻ. അതിക്രമം പെരുകുന്നു. പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ ചെന്നു, ചില്ലറ ചോദിച്ചോണ്ട് തർക്കമായി. ഒന്ന് തിരിച്ച് ബൈക്കാ പോയിട്ട് രണ്ടുപേരെ കൂട്ടി തട്ടി. കണ്ടോ എന്തോ കാലമാണ്. അതിക്രമങ്ങളും അക്രമങ്ങളും പെരുകുക. പെങ്ങളോട് ആരോ അനാവശ്യം പറഞ്ഞ ആങ്ങളെ ചോദിക്കാൻ ചെന്നു, കൂട്ടുകാർ കൂടി അവനെ തട്ടി. തീർന്നില്ലേ? എന്തൊക്കെയാ ഞാൻ വിവരിക്കുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു ഇങ്ങോട്ട് വാടിയെന്നു. ഉടനെ അവള് പീഡന കേസിന് പരാതിയും കൊടുത്തു. എന്നെ പീഡിപ്പിച്ചു. കുടുംബ കോടതി കേസ്. പിന്നെ പക്ഷെ ഇവൻ ഇറങ്ങി നടക്കണ്ടേ? അതിക്രമം. ഭാര്യ കീഴ്പ്പെടണ്ടേ? ഭർത്താവ് ഭാര്യയെ സംരക്ഷിക്കണ്ടേ? ഇത് രണ്ടും നടക്കുന്നില്ല. അതിക്രമം പെരുകുക. അതുകൊണ്ട് ഭൂമി പൊടുപൊട പൊട്ടുന്നു, കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാണ്. ഇനിയും കുലുക്കം ഉണ്ടാകും. പ്രവാചകന്മാരൊക്കെ പറയും 2023 വിടുതല. ചുമ്മാ പറഞ്ഞ കുലുങ്ങാനിരിക്കുക മുഴുവനും കൂടെ. അവന്മാർ ചുമ്മാ കിടന്ന് അലറുക. നിങ്ങളത് കേട്ട് ഇളകരുത്. അവിടെ വിടുതലാണ്. കോട്ടയത്ത് വിടുതലുണ്ട്, കോയമ്പത്തൂർ വിടുതലുണ്ട്, പിന്നെ പുത്തരിക്കണ്ട മൈതാനത്ത്. ചുമ്മാ നീ വണ്ടിക്കൂലി മുടക്കി പോകുക എന്നല്ലാതെ ഇത് പിന്നെയും വിനയായി തീരുക. അമ്മമാർക്ക് ഇച്ചിരി കോവിഡ് ആയതുകൊണ്ട് ഇച്ചിരി രംഗത്തിറങ്ങാതെ പമ്മിയിരിക്കുകയായിരുന്നു മാളത്തിനകത്ത്. ഇപ്പൊ പയ്യെ എല്ലാരും വിടുതൽ ശുശ്രൂഷ. കോവിഡിന്റെ സമയത്ത് ഒരു ശുശ്രൂഷ ഇല്ലായിരുന്നു, എല്ലാവരും ശുശ്രൂഷ. ഇപ്പോൾ സിസ്റ്റർ ശുശ്രൂഷിക്കുന്നു, ബ്രദർ ശുശ്രൂഷ. കോവിഡിന് എവിടെ ആയിരുന്നു ശുശ്രൂഷ? ഇത് കണ്ട് ഇളകരുതെന്നായി പറഞ്ഞത്. അവര് പറഞ്ഞു 2023 വിടുതലിന്റെ ചുമ്മാതാ, വലിയ സാധനം വരാനിരിക്കുക. അപ്പൊ ചോദിക്കേ ഞാൻ എങ്ങനെ? നീ കൃപ പ്രാപിച്ചോ, സഹിക്കാനുള്ള കൃപ പ്രാപിച്ചോ, തളർന്നു പോകാതിരിക്കാനുള്ള കൃപ പ്രാപിക്കണം, അതിജീവിക്കാനുള്ള ദൈവകൃപ ഏറ്റെടുക്കണം, ഇതിൽ ക്ഷീണിച്ചു പോകാതിരിക്കാൻ ദൈവകൃപ ഏറ്റെടുക്കണം, പ്രാർത്ഥിച്ച് നീ ബലപ്പെടണം, ആത്മാവിൽ ശക്തിപ്പെടണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കരമുയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ബാക്കി ഭാഗം നമുക്ക് പിന്നീട് അടുത്ത ഓരോ മാസവും നമുക്ക് ഒന്നിച്ചു കൂടി ദൈവത്തോടെ ധ്യാനിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തരായി ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, പരമാർത്ഥതയോടെ ജീവിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കാം. ആമേൻ.
ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. മുമ്പേ പാടിയ പാട്ടിന്റെ 2 ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം. സിംഹത്തിൻ പുക എനിക്ക് ഗീകന്നാലോ, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലോ. സിംഹത്തിൻ പുക എനിക്ക് ഗീകന്നാലോ, അഗ്നിയിലെന്നെ വലിച്ചെറിഞ്ഞാലോ.